വരാം. ഇപ്പോൾ ഹാരിസ് ബീരാൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹാരിസ് ബീരാൻ, ഈ ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ആ മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോഴും ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ എന്നുള്ളത് ഇത്ര കാലം പരാതി നൽകിയില്ല എന്നുള്ള മുകുൾ റോത്തഗിയുടെ വാദം, അത് സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ പരാതി വൈകുന്നത് കേസിനെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നതടക്കമുള്ള സുപ്രധാനമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേരത്തെ വന്നിട്ടുമുണ്ടല്ലോ. വെച്ചാൽ ഈ കേസിന്റെ അഡ്മിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള അപ്പീലാണ് സിദ്ദിഖ് ഫയൽ ചെയ്തേക്കുന്നത്. ആ സിദ്ദിഖിന്റെ അപ്പീലാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ഹിയറിംഗ് ആണ്. ഇപ്പൊ നോർമലി സുപ്രീം കോടതിയിലെ ആദ്യത്തെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവര് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. അത് പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതി വിധിയിൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ അവര് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. അല്ലെങ്കിൽ അന്ന് തന്നെ കോടതി പെറ്റീഷൻ തള്ളും. അതായത് ഹൈക്കോടതി വിധി ശരിയാണെന്ന് പറയും. ഇന്നിപ്പോ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ കേസായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ കോടതിയിൽ ഉണ്ടായി ആ സമയത്ത്. അപ്പൊ കോടതി നടപടി എന്താണെന്നുള്ളത് മാത്രം ഒന്ന് വിശദീകരിക്കാമെന്ന് മാത്രം. കോടതിയിൽ കേസെടുത്തപ്പോൾ തന്നെ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നത് 8 വർഷത്തെ ഡിലേക്ക് ശേഷമുള്ള ഒരു പരാതിയാണല്ലോ എന്നുള്ളതാണ്. അപ്പോ അതാണ് അവരെ ഏറ്റവും വലിയതായിട്ട് സ്വാധീനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുൻകൂർ ജാമ്യമല്ല കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോ മുൻകൂർ ജാമ്യാപേക്ഷ പൂർണ്ണമായിട്ട് തീർപ്പാക്കുന്നത് വരെ അദ്ദേഹത്തിന് ഒരു ഇന്ററിം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതായത് ഇൻ കേസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ജാമ്യത്തിൽ വിടണം എന്നുള്ളത്. ഇനിയിപ്പോ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ പരാതിക്കാരിക്കും സത്യാവാങ്മൂലം ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമവാദം 2 ആഴ്ചയ്ക്ക് ശേഷം നടക്കും. അപ്പോഴാണ് മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഫൈനൽ തീരുമാനം സുപ്രീം കോടതി എടുക്കുകയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ ഹാരിസ് ബീരാൻ.